കപ്പയ്ക്ക് വേണ്ടി കുറച്ച് കാന്താരി മുളക് ഇടിച്ച് കല്ലിൽ വെച്ച് ഇടിച്ചെടുക്കുക. കറി എടുക്കാനുള്ള മുളക് വേണോ? ഇത് മീനെടുക്കാനുള്ള ഭയങ്കര എരിവാട്ടോ, കാന്താരി മുളകാ. ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്ന് സെൻറ്റ് തോമസ് ഡേ ആയിരുന്നു. തോറാന പെരുന്നാളിന് തോരാതെ മഴ പെയ്യും, തോറാന പെരുന്നാളിന് 6 ആന ഒഴുകുന്ന വെള്ളം ഉണ്ടാകും, 6 ആന ഒഴുകും എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് നല്ല മഴയായിരുന്നു. അപ്പോൾ ദാ എന്നെ വിളിക്കാനായിട്ട് 2 പേര് കോളേജിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നു. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകളിലൊന്നും ഇന്ന് ക്ലാസ് ഇല്ലല്ലോ. അപ്പോൾ സെൻറ്റ് ജോസഫ് സ്കൂളിലാണ് ഇവൻ പഠിക്കുന്നത്. അപ്പോൾ അവന് ക്ലാസ് ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളാണെങ്കിൽ ഡാൻസിന് ക്ലാസ് ഉണ്ട് കേട്ടോ. ഇന്നത്തെ ക്ലാസ് നാളത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ SPCയുടെ ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്. അത് 4:30 ആകുമ്പോൾ തീരുള്ളൂ. അന്നത്തേക്കും പിന്നെ വന്നിട്ട് പിന്നെ അവന് ട്യൂഷന് പോകണം. അത് കഴിഞ്ഞ് അവൻ വരുമ്പോഴത്തേക്കും ഒരു സമയമാകും. അപ്പം അതുകൊണ്ടൊക്കെ നമുക്ക് കടയിൽ പോകാൻ സമയം കിട്ടില്ല. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പം അതിനു വേണ്ടി നമുക്ക് കടയിൽ പോകണം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ എണ്ണ വാങ്ങണേ. ബിസ്മിന്നാ. അപ്പം ഇവിടെയാണ് നമ്മൾ ആദ്യം കയറണേ, ആണോ ചേട്ടാ? ഓക്കെ. ഇപ്പം നമ്മൾ ക്രിസ്റ്റലിലും ബിസ്മിയിലും ഒക്കെ വന്നതാണ് കേട്ടോ. നമ്മൾ കുട എടുക്കണ്ടല്ലോ. അതെന്തുവാ മോളിൽ നിന്നുള്ള വെള്ളം ഒഴുകിയതോ? ഇവിടെ ഒന്നും ഇവിടെ സ്ഥലമില്ലേ? അയ്യോ, ഇവിടെ ഭയങ്കര തിരക്കാണല്ലോ ചേട്ടാ. അപ്പം നമുക്ക് ക്രിസ്റ്റലിൽ പോയിട്ട് വന്നാലോ? ഞാൻ അങ്ങ് അറ്റത്ത് പോയിട്ട് പിന്നെ കുട ചൂടി വേണ്ട വരാൻ. നമുക്ക് ഇതിലങ്ങ് ഇറങ്ങിപ്പോവാൻ ചേട്ടാ. ചേട്ടൻ ഇറങ്ങിപ്പോവാ. ചേട്ടൻ വണ്ടി വിട്ടിടാ വന്നത്. വണ്ടി കൊണ്ട് ഇവിടെ പാർക്ക് ചെയ്യാൻ വന്നാന്ന് ഓർത്ത് ഇത്ര അകലെ. എനിക്കൊരു ചുമയങ്ങടെ ഉണ്ട്. അപ്പൊ നമ്മള് പോയിട്ട് കുറച്ച് അതെ, അതാണ് എനിക്ക് നല്ലത്. ഇപ്പൊ നമ്മള് പോയി സാധനങ്ങളൊക്കെ വാങ്ങി വരട്ടെ. ക്രിസ്റ്റലില് വണ്ടി ഉന്താൻ വന്നേക്കണം. നീ എന്തിനു വന്നാടാ? വണ്ടി ഉന്താൻ. ഇവിടെ നോക്കിയൊരു ഹായ കൊടുക്കടാ. ഓ, അവന്റെ ഗമ നോക്കിക്കേ. ഓ, എന്ത് ഗമക്കാ ഇരിക്കുന്നേ. ഭയങ്കര ഗമക്കാണല്ലോ ഇരിക്കണേ. വണ്ടി വന്നാൻ വേണ്ടി ഞാൻ എൻ്റെ ആൻസൂട്ടനെ ഏർപ്പാടാക്കി. അപ്പുറത്തോടെ വന്നാൽ മതിയായിരുന്നു, അതിലേ ഇങ്ങ് വന്നാൽ മതിയായിരുന്നെന്ന്. ബാടാ, അങ്ങനെ നമ്മൾ അടുത്ത ഷോപ്പിലെത്തി. എന്നാടാ? ട്രോളിയുടെ വീല് കയറി കുടുങ്ങി വളഞ്ഞു പോയി. സാരമില്ല, നിനക്ക് എത്ര ചെരുപ്പുണ്ട് വീട്ടില്? 2.5 ഇല്ലേ? നിനക്ക് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നല്ലോ. എന്തേ? അപ്പം അടുത്ത അജ്മൽ ബിസ്മിയിലെത്തിയിട്ട് നമ്മളിപ്പം അതെ മേഴ്സി ചേച്ചിയുടെ നാത്തും വെറുതെ അല്ലാട്ടോ, റോസാപ്പൂവിൻ്റെ ആകൃതിയിലുള്ളൊരു മിഠായി കണ്ടോ. ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് നല്ലതായിരിക്കും. ഹായ്. അപ്പതേ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി ക്രിസ്റ്റലിൽ പോയി, അജ്മൽ ബിസ്മി പോയി, സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഒരു ഡയറി മിൽക്ക് വാങ്ങി പൊട്ടിച്ച് തിന്നു. ഒരു ജ്യൂസ് എടുത്തിട്ട് എന്നെ കൊണ്ട് ഇടിപ്പിച്ചിട്ട് അത് ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു. അത് അവന് കുടിക്കാൻ വേണ്ടി എടുത്തായിരുന്നു. ഹെൻഡി. നീ പോണെന്നാ? നീ ഇനി പറയണ ഒരു സാധനം ഞാൻ എടുക്കൂല.
ആ എന്നാ നീ അത് പറയണായിരുന്നു. അതല്ല ഏതാന്ന് പറയണം. പോടാ എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. എനിക്ക് ഡയറി മിൽക്കിന്റെ ടേസ്റ്റ് വായിന്ന് പോ, നീ പോ. ഞാൻ ചേട്ടനോട് പറഞ്ഞു ഇച്ചിരി ബീഫ് വാങ്ങുന്നു. അപ്പൊ ചേട്ടൻ പറഞ്ഞു നാളെ ശനിയാഴ്ചയല്ലേ, നാളെ പോയി വാങ്ങാന്ന്. എന്നാ പിന്നെ ഇച്ചിരി കപ്പ വാങ്ങിച്ചോണ്ട് ചണ്ടുമുറയും പൊഴുങ്ങി നമുക്ക് മീൻകറി കൂട്ടി തിന്നാന്ന് പറഞ്ഞു. അല്ല പിന്നെ എന്നാ തീരുമാനം? കപ്പ മേടിക്കണം, ചണ്ടുമുറ ഉണ്ടാക്കാം. അല്ല ഫുഡ് വാങ്ങിച്ചോണ്ട് പോവാണോ? അതിന്റെ കാര്യമൊന്നുമില്ല. ആ കാശിന്റെ പോയിട്ട് 2 കോഴി മേടിക്കാം. ഞാൻ കേട്ടിട്ടില്ല. പിന്നെ പിള്ള കളിക്കില്ല, വയറും കളയും. ഈ ഫുഡ് പുറന്ന് മേടി കുറയ്ക്കും. നമ്മളങ്ങനെ വാങ്ങാറില്ലോ. ഇന്നാളൊന്നും വാങ്ങുന്നില്ല. നമുക്കൊരു കാര്യം ചിക്കൻ മേടിച്ച് പൊരിക്കാം. ചിക്കനോട് അല്ല നിനക്ക് പിന്നെ പിന്നെ താജിലെ ചിക്കൻ ഭയങ്കര ഇതാന്ന് പറഞ്ഞല്ലോ നീ. ചേട്ടൻ അതുപോലെ ഞാൻ പൊരിച്ചു തരാം. ഇപ്പഴാ ഇപ്പൊ നമുക്ക് വീട്ടിൽ പോണ്ടേ, അച്ഛൻ്റെ അടുത്ത് പോണ്ടേ? അതെ. അയ്യോ ഇല്ല, പട്ടിക്കുഞ്ഞ് തലമുടി നാരിനാണ് രക്ഷപ്പെട്ടത്. സത്യമാട്ടോ. മീൻകടയിലൊക്കെ മീനുണ്ടല്ലോ, ഇഷ്ടം പോലെ മീനുണ്ട്. ട്രോളിങ് കഴിഞ്ഞോ? ഇഷ്ടം പോലെ മീനുണ്ടതേ. ഒഴുകേക്കൊക്കെ 100 രൂപ. 1 കിലോ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ചാ പൂച്ചക്ക് ചെറിച്ചിട്ട് വേവിച്ചു കൊടുക്കാറുണ്ട്. അമ്മച്ച് പിന്നെ മീൻ സുലഭമായിട്ട് കിട്ടിക്കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും വില അങ്ങ് കുറയും, ഇടിയും. പാറപ്പൊടി മെറ്റൽ ചില്ലറ വിൽപ്പനയ്ക്ക്. ഇത് എന്നത്തിനാണ്? സൂപ്പർ മാർക്കറ്റിലാണ്. മഹാറാണിക്കാരെ വാങ്ങിയെന്നല്ലേ പറഞ്ഞേ? അപ്പൊ അല്ല ഓഫറിനുള്ള തുണി കൊടുക്കണായിരിക്കും. എനിക്ക് പണിയായല്ലോ. ശ്രീമാസിനൊരു ഭീഷണിയാവൂ? ശ്രീമാസിനൊരു ഭീഷണിയാവൂല. 49 രൂപയ്ക്ക് 50 രൂപയ്ക്ക് സാരി വേറെ എവിടെ കിട്ടും? അല്ലേ ഈ ഓഫർ ഇവിടെ ആക്കാനാണോ മൊത്തം ഓഫർ? ഏയ് എന്നാ പിന്നെ മഹാറാണിയില് പിന്നെ ഈച്ച കയറുവോ? ഓഫർ ഇവിടെ ആക്കിയ വേറെ വല്ലതും ആയിരിക്കും, അവരുടെ ഗോഡൌൺ വല്ലതും ആയിരിക്കും. എന്ന് ആ ചെറുക്കൻ കയറിപ്പോയി നോക്ക്. എന്റെ ഈശോയെ. അപ്പൊ നമ്മള് മുതലക്കടായി. മുതലക്കോട് മുത്തപ്പന്റെ സന്നിധിയിൽ ഞാനോ? എന്നെ കണ്ണില്ല ക്ലാസ് ഇരിക്കണേ. ചേട്ടൻ പറഞ്ഞു എനിക്കിട്ട് കൊണ്ട്. ഞാൻ വണ്ടി ഓടിക്കില്ലെന്ന് ഞാൻ ചേട്ടൻ്റെ ഒരു ഒറ്റ ചവിടിനെ റോട്ടിൽ ചാടിക്കും. അതുകൊണ്ടാണല്ലോ കുതിരക്ക് കൊമ്പ് കൊടുക്കാത്തത്. വണ്ടി ഓടിക്കൂലെന്ന് പറയണ. എന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചില്ല. എന്നെ അവധിക്ക് വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാതെ എന്റെ മനസ്സ് വിങ്ങിപ്പോയി. പൊട്ടിയില്ലോ. ആ കയ്യ സ്റ്റിയറിംഗിലെടുത്ത് വെച്ചേ. ലൈറ്റ് ശിവചേട്ടൻ. ഇപ്പൊ മുതലക്കോടം പള്ളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നല്ല തിരക്കാണ്. വെള്ളിയാഴ്ചയൊക്കെ അല്ലേ, നല്ല തിരക്കാണ്. ആളുകളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാ. മിനിയൊക്കെ വാങ്ങിച്ചോണ്ട്. മിനിയല്ല മീനി കേട്ടാ. നാളെ ഒന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. രാവിലെ വിളിക്കണ്ടല്ലോ അല്ലേ? ചേട്ടനും എണീക്കാൻ പറ്റില്ല. എനിക്കാ പിന്നെ അല്ലേ. കറിയെല്ലാം ഉണ്ടല്ലോ, കറിയൊക്കെ വെച്ച് കുഴപ്പമില്ല. ആ നാളെ എണീ വിളിക്കണം കേട്ടോ. രാവിലെ പോയി ബീഫ് വാങ്ങണം, അല്ലെ തീർന്നു. ഞാൻ പോയി മേടിച്ചാ പോരെ. പാല് വാങ്ങാറ്. ഇവിടെ എത്ര രൂപയായി ബില്ല്? 1400. ഇവിടെ വില കൂടുതലാട്ടോ.
സത്യമായിട്ട് അപ്പുറത്ത് 1799 അത്രയും സാധനം എടുത്തിട്ട് അതിൽ 725 രൂപ ലാഭവും നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന്. ഇവിടെ ഭയങ്കര വിലയാണ്. ഇവിടെ എന്നെ എടുത്തത് നമ്മള് കുറച്ച് സാധനങ്ങളല്ലേ എടുത്തുള്ളൂ. നമ്മളിപ്പോ വീട്ടിലെത്തിട്ടോ. ഞാൻ വന്ന വഴി തന്നെ ചോറ് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. കഴുകി വെള്ളത്തിട്ടു വേവാനായിട്ട് വെച്ചു. പിന്നെ ഇതാ കപ്പ, ചെണ്ടമുറിയും കപ്പയും അതുപോലെ മീൻകറി. മീൻകറി നോക്കൂ, മീൻകറി ഉണ്ട്. ചെണ്ടമുറിയും കപ്പയുടെ കൂടെ ഈ മീൻകറി അല്ല ശരിക്കും വേണ്ടത്, ഇച്ചിരി ഉണക്കമീൻ. നമുക്ക് ചാച്ചൻ്റെ അടുത്ത് പോണ വഴി ഉണക്കമീനിൻ്റെ ഇച്ചിരി വാങ്ങിച്ചുകൊണ്ട് പോകാം. തിരിച്ചു വരുമ്പോൾ അത് ഫ്രൈ ആക്കാം. അപ്പം എന്താണേലും നമുക്ക് കപ്പ നിറച്ച് മണ്ണാണ്. കപ്പ നമുക്ക് തോലൊക്കെ നീക്കി തൊണ്ടൊക്കെ കപ്പത്തൊണ്ട് പൊളിച്ച് നമുക്ക് എടുക്കാം. നിറച്ച് മണ്ണാട്ടോ. ഇത് കണ്ടോ, നിറച്ച് മണ്ണാണ്. കപ്പയൊന്ന് കഴുകിയിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഈ സിങ്ക് ഞാൻ സെപ്പറേറ്റ് കഴുകേണ്ടി വരും. അപ്പോൾ ഏതായാലും മണ്ണ് പറ്റാതെ നമുക്കൊന്ന് കഴുകാൻ പൊളിക്കാവോ നോക്കാം. അപ്പോഴേ ഞാൻ പറഞ്ഞ ഐഡിയ ഒന്നും നടക്കില്ല കേട്ടോ. ഞാൻ കപ്പ കഴുകി ആ സിങ്കിൽ പോയി കഴുകി. അതാകുമ്പോൾ ഇച്ചിരി വലിയ സിങ്കാണ്. അപ്പം ഞാൻ ബാക്കി കപ്പ എല്ലാം കൂടെ ഇതുപോലെ കഴുകണം ഇനി. അപ്പം നമ്മളിതേ കപ്പയൊക്കെ കഷ്ണങ്ങളാക്കി വെള്ളം ഒഴിച്ച് കുക്കറിൽ വെച്ചേക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് തീ കൊടുത്തു. പെട്ടെന്ന് ഞാൻ ഓർത്തു, ദൈവമേ കടയിലെല്ലാം പോയല്ലോ, ലിപ്സ്റ്റിക്ക് വാങ്ങാൻ മറന്നത്. റോസി കാണുമായിരിക്കും. എടുത്തോ, ഷെംകൂടിനകത്തേക്ക് ഇടാം. അവിടെ കൂടില്ലേ? ഇത് ആ മഞ്ഞ കൂട്, ചെറിയ കൂടല്ലേ? എടാ വാടാ. അപ്പം നമ്മളിനി ചാച്ചൻ്റെ അടുത്ത് പോയിട്ട് വരാം. നീ എന്തുവാടാ എപ്പോഴും ഈ മൊബൈൽ പിടിച്ചു നോക്കണം? നീ വല്ലതും വായിച്ചു പഠിക്കാർക്കാ എന്തോന്നാ? മൊബൈൽ എടുക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള പഠിക്കുന്ന ഞാനാ ഫോൺ തല്ലി പൊട്ടിക്കും. ആ ഫോൺ ഉപയോഗിച്ച ആ ഫോൺ നിറച്ചത് കണ്ടോ? എന്താ എടാ, നീ ഫോൺ ഇങ്ങനെ യൂസ് ചെയ്യരുത്, അത് കൊള്ളൂല. അപ്പതാ നമ്മള് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. ചാച്ചൻ്റെ അടുത്തൊക്കെ പോയിട്ട് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ കപ്പ കുക്കറിൽ സെറ്റ് ചെയ്തിട്ടാ പോയെന്ന്. അപ്പൊ വന്ന വഴി തീ കൊടുത്തിട്ടുണ്ട്, അതവിടെ ഇരുന്ന് വേവട്ടെ. പിന്നെ നമുക്ക് മീൻകറി ഇരിപ്പുണ്ട്. വേണമെങ്കിൽ എൻ്റെ കാന്താരി മുളക് ഇടിക്കാം. ചേച്ചി തന്നോട്ട് കാന്താരി മുളക് ഇരിപ്പുണ്ട്. പണ്ടൊന്നും ഓർക്കണ്ട, ചെണ്ടോരയും കപ്പ പുഴുങ്ങിയിട്ട് നമ്മൾ മുട്ട ചിക്കി പൊരിച്ചെടുത്തതൊക്കെ മറന്നുപോയോ? ഭയങ്കര ടേസ്റ്റാ മുട്ട. നമ്മള് മീൻകറി ഉണ്ട്. കറണ്ട് പോയി. ഫസ്റ്റ് കറണ്ട് പോയാലും നമ്മളെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ചേട്ടൻ ആ സമയം കൊണ്ട് കപ്പ ഇത് ഒരു ദിവസം കൊണ്ട് ഇത് മൊത്തം തീർക്കാം. BP കൂടും. പോന്നാ നല്ല BPയാ. ഇന്ന് നോക്കാ അതെ എക്സ്പ്രഷൻ നീ പിടിച്ചോ? പോയി. ഞാൻ കഴിച്ചല്ലേ എടുത്ത് മാറ്റിട്ടല്ലേ അവിടെ ഉറുമ്പോ ഈച്ചൊക്കെ വരും. അത് ഞാൻ ഇച്ചിരി കടിച്ചെടുത്തന്നേ ഉള്ളു. ഇപ്പൊ കരണ്ടും പോയല്ലോ. ഇപ്പൊ വരുമായിരിക്കൂലേ? ഓർക്കട്ടാണോ? മുട്ട ചിക്കി പൊരിച്ചാലോ? മീൻകറി ഉണ്ടല്ലേ? മീൻകറി ഉണ്ടല്ലേ?
കപ്പ ചണ്ടോറിയും പുഴുങ്ങിയെടുത്തെങ്കിലേ കപ്പ ശരിക്ക് വെന്തുപോയി. നല്ല പസ്റ്റായിട്ട് വെന്തുപോയി. ആണെങ്കിലും നമുക്ക് കഴിച്ചിട്ട് നേരത്തെ കിടക്കാം, എന്നിട്ട് രാവിലെ എഴുന്നേൽക്കണം. നാളെ ബീഫ് വാങ്ങി ഇച്ചിരി പിടിയൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വെച്ചേ. പിടി ഉണ്ടാക്കാന്നുള്ള പെട്ടെന്നെടുത്തൊരു തീരുമാനമാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി പിടിയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. ഇപ്പോഴല്ല, രാവിലെ. അത് നമ്മളടുത്ത വീഡിയോയിൽ വരും കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പ പുഴുങ്ങിയിട്ടുണ്ട്, മീൻകറിയുണ്ട്. കാന്താരിമുളക് ഇടിക്കണമെന്ന് ചേട്ടനോട് ചോദിക്കാം. അപ്പം നമ്മൾ കപ്പയ്ക്ക് വേണ്ടി കുറച്ച് കാന്താരിമുളക് കല്ലിൽ വെച്ച് ഇടിച്ചെടുക്കും. ഞെട്ട് കളയാതെ കാന്താരിമുളക് അങ്ങനെ ഇടിച്ചു. എന്നിട്ട് ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ച് കപ്പയും മീനും മുളകും ഒക്കെ സെറ്റ്. അല്ല, അതിനെ കസേരയാണെങ്കിൽ തന്നെയാണ് നോക്കിയേ. അപ്പം നമ്മുടെ കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ട്. കപ്പ കറി എടുക്കാണല്ലേ. മുളക് വേണോ? ഇത് മീനെടുക്കാണല്ലേ. ഭയങ്കര എരിവാട്ടോ, കാന്താരി മുളകാ. ഉമ്മച്ചിക്ക് മീമി വേണ്ട. അപ്പോൾ നമ്മുടെ കപ്പ ഈ പരുവത്തിലായി. ഇച്ചിരി തേങ്ങ അരച്ച് ഈ മുളക് കാണാൻ നല്ല രസമുണ്ടല്ലോ. അതിന് വേണോ? ഇച്ചിരി മീമിക്കകത്ത് കിടക്കണ മുളകും ഇച്ചിരി അധികം മീമിയും. ഞാൻ ഇങ്ങനെയൊക്കെയാ സംസാരിക്കണ കേട്ടോ. എൻ്റെ മീമി കണ്ടാൽ കൊതി വരാറുണ്ടെന്നൊരു കമൻറ്റ് വന്നായിരുന്നു. എനിക്കത് കണ്ടപ്പം ഒത്തിരി സന്തോഷം തോന്നി. കാണാൻ നല്ലതാണ് കറി. കാണാൻ നല്ലതാണെങ്കിൽ കഴിക്കാനും സൂപ്പറായിരിക്കും. എടാ, എല്ലാവരും കഴിച്ചിട്ട് പിന്നെ നീ വരാണ്ടിരിക്കുവാണോടാ? എടുത്തു വെക്കുവാണോ? അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. അവസാനം പിടിണ്ടാക്കി തിന്നൂലെന്നെങ്ങാനും പറയുമോ? ഒരുത്തൻ തിന്നണ കപ്പ ഇത് മാത്രം. എടാ, ഇങ്ങനെ നിന്നാ വണ്ണം വെക്കുമല്ലോ, വെയിറ്റ് കൂടുകയില്ല കേട്ടോ. പഴം തിന്നൊന്നും കരുതിക്കൊണ്ടും വെയിറ്റ് കൂടൂല. ഇങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ എന്ന് ദുഃഖത്തിരുന്നാൾ. കുറച്ച് മഴ നനഞ്ഞു. അതുകൊണ്ട് മഴ പെയ്തിട്ട് എനിക്ക് ഒച്ചിരി മാറില്ല. എനിക്ക് ചൂടാ. അയ്യോ, ഫാന് ഫുൾ സ്പീഡിൽ ഇട്ടേക്കോ. ഇങ്ങോട്ട് നോക്കാം ആരെങ്കിലും. ഞാനിവിടെ തണുത്ത് വിറച്ചിരിക്കുക. ഇതിനെ അങ്ങേ മൂലയ്ക്ക് ഒതുക്കാൻ പോകണം. ഒരു പത്തും കൊടുക്കാം. മുടി കെട്ടി വെച്ചാണ് പുതിയ സ്റ്റൈലാണ്. ഞങ്ങൾക്ക് അവിടെ പണ്ട് ഇവിടെ ഈശ്വരിലൊരു ഒരാളുണ്ട്. പുള്ളിക്കാരത്തി ഇങ്ങനെ കെട്ടി. പേര് പറയാം. അത് പറയാൻ പറ്റില്ല. അതൊക്കെ മരിച്ചു പോയി. അത് എന്ത് വരിക്കുന്നത്? എനിക്ക് മനസ്സിലായി. ഒരമ്മൂമ്മ വെള്ളക്കാളി ഇങ്ങനെ തന്നെ കെട്ടി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്തെങ്കിലും വിളിക്കുമ്പോഴത്തേക്കും കുറവ് കിട്ടും. 10 രൂപ അതിൽ കല്ലുകെട്ട് എന്ന് പറഞ്ഞ രീതിയിലാണ്. ഞാൻ
കാളിയമ്മൂമ്മയാണ്. ആ അത് തന്നെ കാളിയമ്മ. കുഞ്ഞിക്കാളിയാണ് ഞാൻ, കുഞ്ഞിക്കാളി. അപ്പം നമ്മളങ്ങനെ ഇന്നത്തെ ദിവസം എന്നെ എല്ലാവരും വന്ന് കോളേജിൽ നിന്ന് വന്ന് കൂട്ടിക്കൊണ്ട് പോയി, കടയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങി. എന്ത് സാധനങ്ങളാണ് വാങ്ങിയത് നമ്മൾ അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. നമ്മൾ എന്ത് സാധനങ്ങളാണ് വാങ്ങിയെന്നൊക്കെ അടുത്ത ദിവസത്തെ വീഡിയോയിൽ വരുന്നതായിരിക്കും. കണ്ണ് തുറന്നിരിക്കുകയാണ് ചേട്ടൻ. അതിൻ്റെ ഇടയ്ക്ക് വേറെ കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ പോയല്ല ഞാൻ അത് നാളെ കമൻറ്റ് വന്നായിരുന്നു, ചേട്ടന് വീഡിയോ ഓണാക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഫോട്ടോ. കുരിശ് വരയ്ക്കാതിരിക്കുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും പിന്നെ പണിയുമ്പോൾ ഒരു കുഴപ്പമില്ല. പണി ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ അത് സംഭവിച്ചില്ല. അല്ലാതെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോഴും മൊബൈൽ നോക്കുമ്പോഴും ഇടയ്ക്കുണ്ട്, TV കണ്ടാലും അങ്ങനെ നോക്കുമ്പോഴുണ്ട് ഇടയ്ക്കിടയ്ക്കുണ്ട്. പിന്നെ ആരും കേട്ടോ ഇങ്ങനെ അടിച്ചാൽ മതി. ഈ ആരെങ്കിലും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയാണ്. എനിക്കറിയാൻ പോകണം. അപ്പം ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വിശേഷങ്ങൾ കേട്ടോ. എന്തെങ്കിലും പുതിയ വിശേഷം ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഷോപ്പിംഗ് പ്ലസ് നമ്മുടെ പട്ടിക്കുട്ടന്മാർക്ക് പേരിടണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരിക്കും നാളെ നടക്കുക. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുവരേക്കും ഡിസൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.